കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ലെന്ന് കണ്ടെത്തൽ. ദേശീയ പട്ടിക വിഭാഗ കമ്മീഷൻ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ലെന്ന് തെളിഞ്ഞത്. ഇതോടെ ഭർത്താവിനെതിരെ പോക്സോ കേസെടുത്തു. കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാർക്ക് ഡൽഹിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. 2026 മാർച്ച് 11 ഈ കഴിഞ്ഞ മാർച്ച് 11 തിരുവനന്തപുരം അരുമാനൂർ ക്ഷേത്രത്തിൽ വെച്ച് പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. റഷീദ് ബിൻ മുഹമ്മദ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. റഷീദ്, പെൺകുട്ടിക്ക് ഇപ്പോൾ 16 വയസ്സ്, അങ്ങനെയാണോ കണ്ടെത്തിയിരിക്കുന്നത്? മാത്രമല്ല, ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഭർത്താവിനെതിരെയാണ്, അതും പോക്സോ കേസാണ്. സ്വാഭാവികമായും പോക്സോ കേസ് എന്ന് പറയുമ്പോൾ അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആകും. ഈ വിവാഹം നടത്തിക്കൊടുത്ത ആളുകൾ അല്ലെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയ ആളുകൾക്കെതിരെയും ഈ തരത്തിൽ അത് കേസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? മഹേഷ്, മാർച്ച് 11 മഹാകുംഭമേളയിലെ താരമായിട്ടുണ്ടായിരുന്ന മൊണാലിസയുടെയും ഫർമാനിന്റെയും വിവാഹം കേരളത്തിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ കേസും ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനുശേഷമാണ് ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് ഭർത്താവ് ഫർമാൻ ഖാനെതിരെ ഇത്തരത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ള കണ്ടെത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാർക്ക് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതായത് കേസുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഹാജരാകണം എന്നുള്ളതാണ്. ഏപ്രിൽ 22 കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ മധ്യപ്രദേശിൽ നിന്ന് പോലീസിന്റെ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവാഹത്തിന് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് നൽകിയിട്ടുള്ളതും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇതിനുവേണ്ടി നിർമ്മിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം മധ്യപ്രദേശ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പെൺകുട്ടി ജനിച്ചത് 2009 ഡിസംബർ 30 ആണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവാഹ സമയത്ത്, അതായത് മാർച്ച് 11 വിവാഹം കഴിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് പ്രായം 16 മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിവാഹത്തിന് നമുക്കറിയാം കേരളത്തിൽ വലിയ രാഷ്ട്രീയ പിന്തുണയടക്കം ഉണ്ടാവുകയും ഇത് രാജ്യം തന്നെ വലിയ ചർച്ചയായി ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിവാഹത്തിന് അടക്കം ചുക്കാൻ പിടിച്ചിട്ടുള്ള നേതാക്കൾക്കെതിരെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമോ എന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അതേസമയം കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാർക്ക് ഇത്തരത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു വിശദീകരണം നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തുകയും സഹായം തേടിയ ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കമുണ്ടായിട്ടുള്ള നേതൃത്വത്തിൽ ഈ വിവാഹം നടക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഭർത്താവ് ഫർമാൻ ഖാനെതിരെയാണ് ഇപ്പോൾ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.